അപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയും രോഹിത് വെമുലയും ഒക്കെ ഉയർത്തി പുരോഗമന കേരളത്തിൽ ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ഊറ്റം കൊണ്ടവരുണ്ട്. അതേ കേരളം ഇന്ന് സിദ്ധാർത്ഥനോടും നിതിൻ രാജിനോടുമൊക്കെ മാപ്പ് പറഞ്ഞ് ഈ ദിവസം തലകുമ്പിട്ട് നിൽക്കുകയാണ്. സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദികൾ ഇന്നും സുരക്ഷിതരാണ്. പ്രതികളായ വിദ്യാർത്ഥികളും ഒത്തുകളിച്ച അധ്യാപകരുമെല്ലാം. നഷ്ടം സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയ്ക്കും മാത്രമായിരുന്നു. ഉമിത്തി പോലെ നീർന്ന ഹൃദയത്തിൽ നിന്നുമാണ് സിദ്ധാർത്ഥന്റെ അമ്മ ഷീബ ഇന്ന് സംസാരിച്ചത്. അപ്പോൾ നിതിൻ്റെ ചോര വീണ അഞ്ചരക്കണ്ടിയിലെ ദന്തൽ കോളേജ് ഉത്തരേന്ത്യയിൽ അല്ലാത്തതുകൊണ്ട് ഉറക്കം നടിക്കുന്ന പ്രബുദ്ധന്മാരെ ഉണർത്താൻ നമുക്ക് സാധിക്കില്ലല്ലോ. ഒരുപക്ഷെ ഇത് ഉത്തർപ്രദേശിലോ ബീഹാറിലോ തെലങ്കാനയിലോ ആയിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ ഓരോ കവലകളിലും പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായേനെ. എന്നാൽ സാധാരണ മനുഷ്യർ ഉഴമക്കലിലെ ആ കുടുംബത്തിനൊപ്പമാണ്. നിതിൻ്റെ ഭരണത്തിൻ്റെ ഉത്തരവാദികൾ പകുതി ശമ്പളം വാങ്ങി സസ്പെൻഷനിൽ വീട്ടിലിരിക്കേണ്ടവരല്ല. കാളകൂടം ഉള്ളിൽ പേർന്നീ അന്നത്തെ ദിവസം ആ രാത്രിയിൽ അവർക്ക് മനോധൈര്യം കൊടുക്കാൻ ആർഷോ അവിടെ എത്തിയിരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ തളർത്തുക അല്ലെങ്കിൽ അതിനെതിരായിട്ട് ചെയ്യുക എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾക്ക് പേടിയില്ല, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ആരെയും പേടിയില്ല. ഞങ്ങൾക്ക് ഇനി ഇതിനപ്പുറം തളരാനും ഒന്നുമില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ പിന്നീടുണ്ടായ കാര്യങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ ഒരുപാട് പേർ വാഗ്ദാനങ്ങളും ഒക്കെ ആയി വരും, അല്ലെങ്കിൽ കൂടെയുണ്ടെന്ന് പറയും. അതിനപ്പുറത്ത് ആ യാഥാർത്ഥ്യം എന്തായിരുന്നു? നമ്മുടെ എല്ലാം വിറ്റുപറക്കി എന്ത് വേണോ ചെയ്ത് നമ്മൾ കേസ് നടത്താം. പക്ഷെ നമ്മളെ ഉപദ്രവിക്കാതിരുന്നൂടെ? നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ തളർത്തുക അല്ലെങ്കിൽ അതിനെതിരായിട്ട് ചെയ്യുക എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. തുടക്കം മുതൽ അന്ന് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ രണ്ട് കാര്യങ്ങളാണ്. ഇവിടെ പ്രബുദ്ധതയുടെ ഒരു വലിയ കോട്ട ഉണ്ടാക്കിയിട്ട് അതിലാണ് തീരുമാനം. പ്രതികരിക്കണോ വേണ്ടോ, ഏതിനെതിരെ പ്രതികരിക്കണം, ആ കെട്ടിമറപ്പം ആദ്യം അഴിച്ചു വെക്കണം. രണ്ട്, നവോത്ഥാന പുരോഗമന നവയുഗ സർക്കാരിൻ്റെ അടിമത്വം അല്ലെങ്കിൽ ആ പക്ഷത്തോടുള്ള അടിമത്വം എന്ന് ഇവിടുത്തെ ബുദ്ധിജീവികളും സാമൂഹിക പ്രതിബദ്ധതയുള്ളവരും മാധ്യമങ്ങളും മാറ്റുന്നു, അന്ന് ഈ സംഭവങ്ങൾക്കെതിരെ നീതിപൂർവമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.